ഇത് കരുതി കൂട്ടി ഉണ്ടാക്കിയ ദോഷാണ്. ജാതകം പൊരുത്തപ്പെടുന്ന ആൾക്ക് വേണ്ടി മറ്റേ ആൾ ഒഴിഞ്ഞു കൊടുത്തു കൊള്ളാമെന്ന് കരാറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജാതക പൊരുത്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമാണ്. എനിക്കില്ല. എനിക്ക് വിശ്വാസമാണ്. എനിക്ക് വിശ്വാസമില്ല. തനിക്ക് വിശ്വാസം വേണ്ട, എനിക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ മുല്ലേത്ത് കുറുപ്പ് മാഷ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. പൊരുത്തപ്പെട്ട ജാതക പ്രകാരം മാധവൻകുട്ടിയെ കൊണ്ട് രാധികയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഈ കാര്യത്തെ ചൊല്ലി ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞ കാശ് മുഴുവനുണ്ട്. ഞാൻ ഒപ്പിച്ച പണിയാണെന്ന് ആരും അറിയത് എന്റെ തല പോണ കേസാണ്. അതാവൻ ഡീസൽ ഒഴിച്ച് ഓട്ടോ ഓടിക്കാനുള്ള സംവിധാനം വരും. പിന്നെ നീ പോയിട്ട് മണികണ്ഠനോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പൊ നമ്മളും പണക്കാരാവും. ഒന്നും കേട്ടോന്നേ. എന്താ വാന്ന് പിന്നെ സത്യം പറയണം. കണിയാരെ ചാക്കിട്ട് എന്റെ ജാതകം പൊരുത്തമല്ലെന്ന് നീ മനഃപൂർവ്വം പറയിച്ചല്ലേ? ഞാനോ? ഹേയ്, എന്തെങ്കിലും തമാശ പറയുമെന്നല്ലാതെ ഇത്തരം ഫ്രോഡ് പരിപാടികളൊന്നും എനിക്കില്ല. മര്യാദക്ക് ചോദിച്ചാൽ നീ സത്യം പറയില്ലല്ലേ? ഏതവസ്ഥയിലും ഞാൻ സത്യം മാത്രമേ. നിന്റെ അപ്പുറത്തോനെ കൊണ്ട് ഞാൻ പറയിക്കും. ഞാൻ പറഞ്ഞ സത്യമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിച്ചൂടി. നോക്കിക്കുന്നുണ്ടാ. എന്നിട്ട് ഞാൻ വരുന്നുണ്ട് നിന്നെ ഒന്നുകൂടെ കാണാൻ. നീ മിണ്ടണ്ട. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് ഇവൻ തന്നെ പറയും. എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഒന്നുമല്ല. അവനെന്താ വട്ട? സത്യം പറയടാ. സ്റ്റാൻഡ് വന്നാ നിന്നെ അവൻ തല്ലിയത്. അതിന്റെ കാര്യം എന്താന്ന് ഞങ്ങൾ കൂടി അറിയണം. പറയടാ. ഒന്നുമില്ല. അതെ, ഞാനും അവന്റെ പെങ്ങളും തമ്മില് സ്വല്പ പ്രേമത്തില. അതിനെന്താ തല്ലണോ? ഈ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഓട്ടോയിൽ ലാലേട്ടൻ പ്രേമിക്കുന്നുണ്ടല്ലോ. നീ വാടാ, എടുക്കണ വണ്ടി. സാരമില്ല, ഇതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. മണികണ്ഠ, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല. ഓട്ടോ ഡ്രൈവേഴ്സിന്റെ മൊത്തം അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നമാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നോ? ഓട്ടോ സ്റ്റാൻഡിൽ ഡ്രൈവറെ തല്ലിയാൽ ആരും ചോദിക്കൂലെന്ന് കരുതിയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീയൊന്നും പറയണ്ട. എന്താ അവൻ ചെയ്ത തെറ്റ്? നിങ്ങളുടെ പെങ്ങളെ പ്രേമിച്ചതോ? വീട്ടിൽ പറഞ്ഞ നീ വഴിക്കിലൊന്നും പോണ്ട. പ്രേമിക്കുന്ന തെറ്റൊന്നുമല്ല, പ്രേമിച്ച പെണ്ണ് കെട്ടാതിരിക്കുന്ന തെറ്റ്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള യോഗ്യ ഇവനുണ്ട്. ഇറക്കി വീറോ പെങ്ങളെ. നാളാവാതെ ഇറങ്ങി ഒന്ന് നോക്കണം. അപ്പൊ കാണിച്ചു തരാം ഞങ്ങൾ ആരാണ്. തൽക്കാലം പോവാം. വരട്ടടാ, രണ്ടിലും നടന്നിട്ട് തന്നെ പോവാം. രണ്ടിലും തീരുമാനിക്കാൻ നമുക്ക് രണ്ടാമത് ഒന്നുകൂടി വരാം. മണികണ്ഠ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ പോവുക. അതെ, വരണടാ. നേരെ നല്ലതാ. അതിപ്പോ കാണാനോ. എടോ പിഷാരടി, പിഷാരടി. ഇനി ആള് ഷാപ്പിലായിരിക്കും. വഴിയില്ല. രാത്രി ഉറങ്ങുന്നത് വീട്ടിൽ തന്നെയാണെന്നാ കേട്ടിട്ടുള്ളത്. പറഞ്ഞു പറ്റിച്ചിട്ട് വാതിലും പൂട്ടി അകത്തിരിക്കാതെ ഇറങ്ങി വാളോ പിഷാരടി. റിട്ടയർഡ് ആയാൽ കൂട്ടിന് എനിക്ക് ആരെയാ വേണ്ടത്? അതാണോ കാര്യം? പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നത് തറവാട്ടി പറഞ്ഞ ആൺകുട്ടികൾക്ക് ചേർന്നല്ല മാഷെ. കണിയാരെ കൂട്ടുപിടിച്ച് കള്ളജാതം ഉണ്ടാക്കി പെമ്പിള്ളാരെ തട്ടിയെടുക്കുന്നതായിരിക്കും ആണുങ്ങൾക്ക് ചേർന്ന പണി. ഓഹോ, അപ്പൊ ഇതൊക്കെ നിന്റെ കളിയായിരുന്നല്ലേ? അതേടാ, എന്റെ കളി തന്നെയാ. നിനക്ക് ചുണയുണ്ടെങ്കിൽ പിഷാരി മാഷിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് നീ അവർക്ക് ജോലി കൊടുപ്പിക്കും. കൊടുപ്പിക്കൂടാ. ലീവല്ല, വേണ്ടി വന്നാൽ ഇയാളെ കൊന്നിട്ടായാലും ഞാൻ രാധിക്ക് ജോലി കൊടുപ്പിക്കും. നമുക്ക് കാണാം. കാണോ? കാണാം, കാണും, കണ്ടിരിക്കും. നീ വണ്ടിയിട്. യുദ്ധം തുടങ്ങിയിരിക്കുന്നു മാധവൻകുട്ടി. ഇനി എനിക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരിക്കും. ഓ, വിധിയും കഴിഞ്ഞ് കൈ കഴുകിയ. എന്താച്ചാ? ഒന്നിനുമല്ല, നിന്നെ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ടാ. ഇടയ്ക്കിടയ്ക്ക് നിന്റെ മുഖം അച്ഛൻ കണ്ടില്ലെങ്കിലേ നിന്റെ മുഖം അച്ഛൻ മറക്കൂടെ. പൊന്നുകുട്ടാ, പൊന്നുമോൻ പിഷാരടി മാഷക്ക് ബ്രാൻഡി മേടിച്ചു കൊടുത്തോ? എന്താ രണ്ടാളും കണ്ണൂരിട്ടി കളിക്കണേ? അത് പിന്നെ വേണ്ട, വിശദീകരിക്കണ്ട. മക്കളായ ഇങ്ങനെ തന്നെ വേണം. പാര വെക്കുകയാണെങ്കിൽ അച്ഛനിട്ട് തന്നെ വെക്കണം. അവൻ അങ്ങനൊന്നും ഓർത്തിട്ടല്ല. മിണ്ടി പോവരുത്. പിഷാരടി മാഷക്ക് ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്ത് വശത്താക്കി കുറുപ്പ് മാഷെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും മനപ്പായസം ഉണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി. യവനൊന്നും ഒരു വെളിവില്ലാതാണോ വണ്ടി ഓടിക്കുന്നത്? റോഡാണെന്ന ബോധം യവനില്ല. ചാകാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചത്തൂടെ? നീയാണോ?
എടാ മണികണ്ട, എന്തിനാ കരയുന്നത്? വണ്ടി മുട്ടിയില്ലല്ലോ. എനിക്ക് തെറ്റു പറ്റിയടാ. തെറ്റിയിരിക്കണമെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എനിക്ക് മാപ്പ് പറയണം. വേണ്ട, എന്നോട് മാപ്പൊന്നും പറയണ്ട. നിന്നോടല്ലടാ മണ്ട. എനിക്ക് കുറുപ്പുമാട്ടെ കണ്ട് മാപ്പ് പറയണം. ആലോലാതി ചെറുക്കും കാരണം ഞങ്ങളുടെ സൗഹൃദം നഷ്ടപ്പെട്ടടാ. എനിക്ക് വെറും കുറുപ്പുമാട്ട് രാജിവെക്കാൻ സമ്മതിക്കില്ലടാ. എനിക്ക് രാജിവെക്കണം. സത്യാണോ? സത്യം. എന്നാ വണ്ടി കയറ്. ആ, ചേട്ടനെ പോലെ വേഗം വിട്ടോ. ഡീസന്റ് പാർട്ടിയെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മാഷ് സ്കൂളിലേക്ക് തിരിച്ചോന്ന് ചോദിക്കട്ടെ. മാഷകത്തുണ്ടോ? അച്ഛൻ സ്കൂളിൽ പോയി. എന്ത്? പിഷാരടി മാഷിന് നിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. നീ എന്തിനാ അയാളെ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നമ്മൾ അയാളെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയ ഒരു അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ കിടത്തി പൊറപ്പിക്കൂല. അതിനല്ല, അയാൾക്ക് മാപ്പ് പറയണമെന്ന്. മാപ്പോ? ആ, എന്റെ മഹത്വം മൂപ്പർക്ക് വളരെ വൈകിയാണ് മനസ്സിലായതെന്ന്. എന്താ? അത് മാത്രമല്ല, കൃഷ്ണൻകുട്ടിയുടെ വാക്ക് കേട്ടത് തെറ്റായി പോയെന്ന് പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ്. ജോലി രാജിവെക്കുകയോ ലീവ് എടുക്കുകയോ എന്ത് വേണോ ചെയ്യാമെന്ന്. നീ വണ്ടി എടുക്ക്. പിടിച്ചിരുന്നോ, ഞാൻ സ്പീഡ് വിടും. വേഗം മാഷിന്റെ അടുത്ത് നിന്ന് വിവരം പറ. രാജിവെക്കുന്നതിനെ കുറിച്ച് മാഷ് ഒന്നുകൂടെ ആലോചിക്കും. അച്ഛൻ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിന്റെ തള്ള രാജിവെക്കൂ. രണ്ടാളും രാജിവെക്കണ്ട. പിഷാരടി മാഷ് വന്നിട്ടുണ്ട് അച്ഛനെ കണ്ട് മാപ്പ് പറയാൻ. ഇപ്പൊ എന്തായി? എന്നിട്ട് അയാളെവിടെ? പുറത്ത് ഓട്ടോയിലിരിക്കുക. കുടിക്കുന്നുള്ളൂ. ആള് സാധുവാ. അത്രേ ഉള്ളൂ. താൻ ആ മലപ്പുറം സുലൈമാൻ കേസിലെ പ്രതിയല്ലേ? അല്ല, ഞാൻ ഈ സ്കൂളിലെ പ്രതിയാ. അല്ല, ഞാൻ ഇവിടുത്തെ പ്യൂണാണ് സാർ. പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ താൻ മുഖം തിരിച്ച് നടന്നു കളഞ്ഞത്? മുഖം തിരിച്ചാൽ ഞാൻ തന്നെ ഒന്നായിട്ട് തരാം. ഞാൻ ലേശം ചായ വാങ്ങാൻ പോവായിരുന്നു. തന്റെ പേരെന്താ? അന്ത്രു. താനാണ് ടിക്-20 അല്ലേ? അത് വെറുതെ കുരുത്തം കേട്ട കുട്ടികളെ കളിയാക്കാൻ വിളിക്കുന്നതാണ്. അല്ലാതെ പിഷാരടി മാഷിനെ കൊല ചെയ്തത് താനല്ലേ? പടച്ചോനെ, നമ്മള് മലക്കുകളും കൂടി അറിയാത്ത കാര്യമാണല്ലേ. ടിക്-20 ആണ് പിഷാരടി മാഷിനെ കുടിപ്പിച്ചെന്നാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് നമ്മൾ ഉദ്ദേശിച്ചല്ല. അവന്മാര് കലക്കി കൊടുത്ത ശരിക്കുള്ള മരുന്നിന്റെ പേരാണ്. യവന്മാര്? നമ്മൾ മാധവൻകുട്ടി മണിയണ്ടനും. ഓഹോ, ഹെഡ് മാഷ് അകത്തുണ്ടോ? ഇല്ല, വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്ക. വക്കീലിനെ കാണാനോ? അതെ, കുറുപ്പ് മാസം 1-ാം കെട്ടിലെ മോനാണല്ലോ മാധവൻകുട്ടി. മുൻകൂർ ജാമ്യം എടുക്കാനായിരിക്കും. കുറുപ്പ് മാസ്റ്ററുടെ വീട് എവിടെയാ? നമ്മൾ ആസ്പത്രിന്റെ ഇടത്തെ റോഡിലൂടെ ഇറങ്ങി വലത്തോട് തിരിഞ്ഞാൽ 1, 2, 3 5-ാമത്തെ വീടാ. താമ്പയ്ക്കോ? അത കഴിച്ചില്ലായി. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈശ്വരൻ അറിയാം. പക്ഷെ അന്വേഷിച്ചു വരുന്ന ഈശ്വരനല്ലല്ലോ. നീ മിണ്ടി പോരുത്. ഈ പൊല്ലാപ്പനൊക്കെ കാരണം നീ ഒറ്റ ഒരുത്തനാ. മാധവൻകുട്ടി, ആപത്തിപ്പെടുമ്പോ തള്ളി പറയുന്ന ഒരു നല്ല ഫ്രണ്ടിന്റെ ലക്ഷണമല്ല. ഒക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് നോക്കണം. ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കഷ്ടകാലത്തിനാണ് അയാളെ പിടിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത്. ഇതെങ്ങോട്ടുള്ള വഴിയാ? അമ്പലത്തിലേക്ക്. ഒത്തിരി ദൂരം ഉണ്ടോ? കുറച്ച് പോണം. ഷോർട്ട് കട്ട് ഒന്നും ഇല്ലേ? ഉണ്ട്, പക്ഷെ കുറച്ച് ചുറ്റി പോണം. അതെന്താ ഈ ഏരിയയിൽ ഇങ്ങനെ? നീ ഒന്ന് ചുമ്മാ ഇരടേ. തമാശ പറയാനുള്ള സമയമല്ലത്. നടക്കാം. നമ്മൾ ഓടിയത് മോശമായി പോയല്ലേ? ഏയ്, നന്നായിട്ട് ഓടിയില്ലേ? അതല്ലേ, പോലീസിനെ കണ്ടപ്പോ നമ്മൾ തിരിഞ്ഞോടിയത് ശരിയായില്ല. നേരെ എന്ന് സത്യം തുറന്നു പറയായിരുന്നു. എങ്കിൽ അഴിയണ്ടി കിടക്കാമായിരുന്നു. സത്യം പറഞ്ഞാല പിന്നല്ലാതെ സത്യം ഒന്ന് കേൾക്കുന്നത് പോലീസിന് ഇപ്പൊ അലർജിയാ. ഇതുവഴിയുള്ള നടപ്പത്ര പന്തിയല്ല. അമ്പലത്തിനകത്ത് ആരെങ്കിലും കാണുമോ? ഈശ്വരൻ കാണും. നവാ, സത്യം നോക്ക്, പുള്ളിക്കാരനോട് തുറന്നു പറയാം. എന്താ വലിയേട്ടാ ഇതൊക്കെ? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരാളെ കൊല്ലാൻ പറ്റുമെന്ന്? എന്നിട്ട് ഇപ്പോഴെങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എവിടെ പോയി ഒളിച്ചാലും കൊച്ചേട്ടൻ കണ്ടുപിടിക്കും. അന്വേഷിക്കാൻ ആളുകളെ കൂട്ടാൻ പോയിരിക്കുക. ചേട്ടന് സംശയം തോന്നിക്കാത്ത ഒരേ ഒരു സ്ഥലേ ഉള്ളൂ. എവിടെ? ഞങ്ങളുടെ വീടിന്റെ മച്ചിന്റെ മേളില്. സൂപ്പർ ഐഡിയ, താങ്ക് യു. അല്ല, ഇതാര്? എന്റെ കാമുകനോ? കാമുകനോ? അതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എല്ലാം ഞാൻ മച്ചിന്റെ മോളിൽ ഇരുന്ന് വിശദമായിട്ട് പറയാം. ശരി, വരൂ. വരൂ വലിയേട്ടാ. മാധവൻകുട്ടിയെ പെറ്റു വളർത്തിയ ധീരമാതാവേ, ധീരതയോടെ ഏറ്റോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. ആ ധീരതയോടെ ഏറ്റോളൂ. തോൽക്കുകയില്ല, തോൽക്കുകയില്ല, സത്യമൊരിക്കലും തോൽക്കുകയില്ല.
നിങ്ങൾ അങ്ങോട്ട് നീക്കോ ഞാൻ അങ്ങ് ചെയ്തേക്കാം. അമ്മഞ്ഞി വന്നു. തോൽക്കുകയില്ല തോൽക്കുകയില്ല സത്യം ഒരിക്കലും തോൽക്കുകയില്ല ആട്ടോക്കാരൻ തൊട്ടു കളിച്ചാൽ അക്കിളി നീക്കളെ സൂക്ഷിച്ച് കാമാലികളെ സൂക്ഷിച്ചോ കള്ളസാക്ഷി മതി 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 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമവാക്യം നമ്മളിലൂടെ ഈശ്വരൻ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഒരു പ്രതികാരത്തിന്റെ ഭാഷ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രകടനം അവസാനിപ്പിച്ചതായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും കൈയടിച്ച് എല്ലാവരും ഒന്ന് പിരിഞ്ഞുപോയെ. വൈകുന്നേരം നമുക്ക് വിശദമായി കാണാം. ഈ തട്ടാൻ തട്ടാൻ മാഷ ചായ പറഞ്ഞു എനിക്ക് വേണ്ട. ഒരു ചായ കുടിക്കും മാഷ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു.